ദുബായ് വേറെ ലെവലാണ്. കേരളത്തില് സ്വർണം വില കൂടിയപ്പോൾ ദുബായിൽ കുറഞ്ഞു. പക്ഷേ ദുബായ്, കേരളം ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് സ്വർണവില കൂടുകയാണ് ചെയ്തത്. ആഗോള വിപണിയിൽ വില ഉയർന്നതിന് അനുസരിച്ചാണ് ഈ വർധന. എന്നാൽ യുഎഇയിൽ മറിച്ചാണ് സംഭവിച്ചിരിക്കുന്നതത്രേ. ദുബായിൽ സ്വർണവില കുറഞ്ഞു. ഗ്രാമിന് 0.25 ദിർഹം കുറഞ്ഞുവെന്ന് ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം വൻതോതിൽ കൂടിയ ശേഷമാണ് ഇന്നത്തെ കുറവ് എന്നതും എടുത്തു പറയണം. കേരളത്തിൽ ഇന്ന് ഒരു പവന് സ്വർണത്തിന് 64,960 രൂപയാണ് വില. ഗ്രാമിന് 8,120 രൂപയും. 22 കാരറ്റിന് 55 രൂപ വർദ്ധിച്ചു. മറ്റു പരിശുദ്ധയിലുള്ള സ്വർണത്തിനും വില കൂടിയിട്ടുണ്ട്. മിക്ക വിപണികളിലും ഇതുതന്നെയാണ് അവസ്ഥ. മാത്രമല്ല, വരും ദിവസങ്ങളിലും വില കൂടുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഇതോടെ ആഭരണം വാങ്ങാൻ കൊതിച്ചവർ ആശങ്കയിലാണ്. ബുധനാഴ്ച ദുബായിൽ സ്വർണവില വൻതോതിൽ കൂടിയിരുന്നു. 3.5 ദിർഹമാണ് വില വർദ്ധിച്ചത്. എന്നാൽ ഇന്ന് രാവിലെ വ്യാപാരം തുടങ്ങിയ വേളയിൽ 0.25 ദിർഹം കുറഞ്ഞു. അതായത് ബുധനാഴ്ച വൈകിട്ട് 24 കാരറ്റ് സ്വർണത്തിന് 355 ദിർഹമായിരുന്നു വില. ഇന്ന് രാവിലെ 354.75 ദിർഹമായി കുറഞ്ഞു. 330.25, 316.5, 271.25 ദിർഹം എന്നിങ്ങനെയാണ് 22, 21, 18 കാരറ്റുകളിലെ ഇന്നത്തെ സ്വർണവില. ആഗോള വിപണിയിൽ സ്വർണവില വർദ്ധിക്കുകയാണ്. ഔൺസ് സ്വർണത്തിന് $2,952 വരെ എത്തി. വ്യാപാരം തുടരുന്നതിനാൽ ചില മാറ്റങ്ങളുണ്ടാകാം. അതേസമയം ഈ നില തുടർന്നാൽ ഔൺസിന് 2,990 വരെ വില ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിപണി നിരീക്ഷകർ പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിലെ സ്വർണവില 65,500 അടുക്കും. കേരളത്തിൽ 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 6,680 രൂപയായി ഉയർന്നിട്ടുണ്ട്. 24 കാരറ്റ് സ്വർണക്കട്ടിയുടെ ബാങ്ക് നിരക്ക് 89 ലക്ഷം കടന്നു. സാധാരണ നവംബർ മുതൽ ഫെബ്രുവരി വരെ സ്വർണവില കയറുകയും പിന്നീട് താഴുകയുമാണ് പതിവ്. എന്നാൽ ഇത്തവണ $120 കുറഞ്ഞ ശേഷം വില ഉയരുകയാണ്. അമേരിക്കയുടെ അപ്രതീക്ഷിത വ്യാപാര നീക്കങ്ങളാണ് വിപണിയെ താളം തെറ്റിക്കുന്നത്. ആഭരണത്തിന് ആവശ്യക്കാർ കുറയുന്നു. വില കൂടിയ സാഹചര്യത്തിൽ കേരളത്തിലെ ആഭരണ വിപണി അത്ര സജീവമല്ല. ആവശ്യക്കാർ കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ അന്തർദേശീയ സാഹചര്യങ്ങളാണ് സ്വർണവില വർദ്ധിപ്പിക്കുന്നത്. സഖ്യകക്ഷി രാജ്യങ്ങളോട് പോലും കൊമ്പുകോർക്കുന്ന അമേരിക്കയുടെ പുതിയ നയം പ്രതീക്ഷിച്ചതല്ല. ഇതോടെയാണ് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ എല്ലാവരും സ്വർണം വാങ്ങിക്കൂട്ടുന്നത്. ഇതിനിടയിലും വിപണിയിൽ സന്തോഷം നൽകുന്ന ചില ഘടകങ്ങളുണ്ട്. ചില്ലറ മേഖലയിലെ പണപ്പെരുപ്പം ഇന്ത്യയിലും അമേരിക്കയിലും കുറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പലിശ നിരക്ക് രണ്ട് രാജ്യങ്ങളും കുറച്ചേക്കുമെന്നാണ് കരുതുന്നത്. അങ്ങനെ സംഭവിച്ചാൽ സ്വർണവില കൂടും. പലിശ വരുമാനം കുറയുമെന്ന് കണ്ട് നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിഞ്ഞാൽ മഞ്ഞലോഹത്തിന് വില കൂടുക സ്വാഭാവികം. അമേരിക്ക ഈ വർഷം 2 തവണ പലിശ കുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.